നമസ്കാരം. വയനാട്ടിൽ ഏറെക്കാലം ഭീതി വിതച്ച ബേലൂർ മഗ്ന എന്ന മോഴയാന വീണ്ടും വയനാട് വന്യജീവി സങ്കേതത്തിലെത്തിയത് ജനത്തെ ആശങ്കയിലാക്കുന്നു. ആന വയനാട് വന്യജീവി സങ്കേതം പരിധിയിലെത്തിയെങ്കിലും പിന്നീട് തിരിച്ചുപോയി. ഇപ്പോൾ കർണാടക വനമേഖലയിൽപ്പെട്ട നാഗർഹോള വനത്തിലെ കൂട്ടയ്ക്ക് സമീപത്താണ് ആനയുള്ളതെന്നാണ് വിവരം. 2023 നവംബർ 11 കർണാടക ഹാസൻ ഡിവിഷനിലെ ബേലൂരിൽ നിന്ന് മോഴയെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചത്. ബേലൂരിലെ കാപ്പിത്തോട്ടത്തിൽ നിന്ന് പിടികൂടിയ മോഴയാനയ്ക്ക് ബേലൂർ മഗ്ന എന്ന് പേരും നൽകി. വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ വനത്തോട് ചേർന്ന ബന്ദിപ്പൂർ വനത്തിൽപ്പെട്ട മൂലഹള്ളയിൽ തുറന്നുവിട്ട ആനയാണ് പിന്നീട് വയനാട്ടിലെത്തി ഭീതി വിതച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 10 പയ്യമ്പള്ളി പടമല ചാലിഗന്ത പനച്ചിയിൽ അജീഷ് ഈ ആനയുടെ ആക്രമണത്തിൽ ദാരുണമായി മരിച്ചിരുന്നു. ആനയ്ക്ക് മുന്നിൽ അകപ്പെട്ട അജി അയൽവാസിയുടെ വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറിയെങ്കിലും പിന്തുടർന്നെത്തി ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഈ സംഭവം നടന്ന് 1 വർഷം പിന്നിടുന്നതിനിടയിലാണ് ആന വീണ്ടും എത്തിയത്. ഇതോടെ ജനം ഏറെ ആശങ്കയിലാണ്. ദിവസങ്ങളോളം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം പരിധിയിലും നോർത്ത് വയനാട് വനം ഡിവിഷനിലെ ബേഗൂർ റേഞ്ചിലും നിലയുറപ്പിച്ച ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം വനം വകുപ്പ് നടത്തിയിരുന്നു. പിന്നീട് കർണാടകയിലെ ഉൾവനത്തിലേക്ക് ആന കടന്നതോടെ ഈ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിന് അധികം അകലെയല്ലാത്ത നാഗർഹോള വനമേഖലയിൽ ആനയുണ്ടെന്ന റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചതോടെ കേരളത്തിലെയും കർണാടകയിലെയും വനപാലകർ ജാഗ്രതയിലാണ്. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ ആന കർഷകനെ ചവിട്ടിക്കൊന്നത് വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാക്കിയിരുന്നു. വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിനായി വിഭാവനം ചെയ്ത പാൽ വെളിച്ചം കൂടൽക്കടവ് ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് ഇതുവരെ പൂർത്തിയായില്ല. കമ്പനി പുഴ നീന്തിക്കടന്നാണ് ആനകൾ പയ്യമ്പള്ളിയും സമീപ പ്രദേശങ്ങളിലും എത്തുന്നത്. ഒന്നുമാവാതെ റോപ്പ് ഫെൻസിംഗ് പ്രതിരോധം നോർത്ത് വയനാട് വനം ഡിവിഷനിൽ വരുന്ന പാൽ വെളിച്ചം മുതൽ കൂടൽക്കടവ് വരെയുള്ള പ്രദേശത്താണ് ജില്ലയിൽ ആദ്യമായി ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. കൂടൽക്കടവ് മുതൽ പാൽ വെളിച്ചം വരെയുള്ള 4.6 കിലോമീറ്റർ നീളത്തിലാണ് വന്യമൃഗശല്യ പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ടത്. ഇത് പ്രവർത്തനക്ഷമമായാൽ പുഴ നീന്തി ആനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തില്ലെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. 2023 ഓഗസ്റ്റിൽ പണി തുടങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രവൃത്തികൾ പൂർണ്ണമായും നിലച്ച മട്ടാണ്. ഫെൻസിംഗിന് ആവശ്യമായ തൂണുകൾ സ്ഥാപിച്ച ശേഷം മറ്റെല്ലാ പ്രവൃത്തികളും ഇഴഞ്ഞു നീങ്ങി. അജി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഫെൻസിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്ന് ഉന്നത വനപാലകർ ഉൾപ്പെടെയുള്ളവർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അത് പാഴ്വാക്കായി. നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് 6 വർഷവും പണി തുടങ്ങിയിട്ട് 1.5 കൊല്ലമായെങ്കിലും വന്യമൃഗശല്യ പ്രതിരോധം ഇപ്പോഴും തൂണുകളിൽ ഒതുങ്ങുകയാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.